സംസ്ഥാനത്തെ സാമ്പത്തിക നില മോശമായപ്പോൾ ഇഎംഎസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ ഇടതുപക്ഷ സർക്കാർ അന്ന് സ്വയം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും മറ്റും ശമ്പളം വെട്ടിക്കുറച്ച മാതൃക കാട്ടിയെങ്കിൽ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ പല കമ്മീഷനുകളെയും നിയോഗിച്ച ഖജനാവ് കാലിയാക്കുന്നതല്ലാതെ ജീവിതമാർഗം വഴിമുട്ടിയ റേഷൻ വ്യാപാരികൾക്ക് കാലോചിതമായി നൽകാനുള്ള ആനുകൂല്യങ്ങൾ പോലും ലഭ്യമാക്കാതെ ജീവിതം ദുരിതപൂർണമാക്കിയെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ചെയർമാൻ വി ജോസഫ് പറഞ്ഞു. വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, അരിക്ക് പകരം പണം നൽകി DBT സമ്പ്രദായം നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തിന് തുടക്കം കുറിച്ച റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം സപ്ലൈ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റേഷൻ വ്യാപാരികൾ ഉയർത്തിയ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് നിഷേധാത്മക നിലപാടാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അദ്ദേഹം മന്ത്രിമാരെയും എംഎൽഎമാരെയും എല്ലാം വിളിച്ചുകൂട്ടി സർക്കാരിന്റെ സാമ്പത്തിക നില മോശമാണ്. അതുകൊണ്ട് സമരസമിതി വൈസ് ചെയർമാൻ ജിൻഷോ ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് ഐ ജോർജ് കുട്ടി, സെക്രട്ടറി വിജയൻ ഇടയത്ത്, ഭാരവാഹികളായ KG ഇന്ദിര, അജീഷ് P നായർ, NJ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. താലൂക്കിലെ മുഴുവൻ വ്യാപാരികളും കടകളടച്ച പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ധർണയ്ക്ക് മുന്നോടിയായി വൈക്കം ടൗണിൽ നൂറുകണക്കിന് വ്യാപാരികൾ അണിനിരുന്ന പ്രകടനവും നടന്നു. അതേസമയം ഭക്ഷ്യമന്ത്രി GR അനിലുമായി റേഷൻ വ്യാപാരികളുടെ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ സമരം സമവായത്തിലായി. തിങ്കളാഴ്ച മുതൽ നടത്തിവന്ന അനിശ്ചിതകാല സമരം വൈകിട്ടോടെ പിൻവലിച്ചു.